അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ വിശ്വാസികളും അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത്. പാപങ്ങൾക്ക് മാപ്പ് തേടുകയും നന്മകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തുകൊണ്ട് ഈ അനുഗ്രഹീതമായ സമയം ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പീഡനങ്ങൾക്ക് നടുവിൽ പ്രവാചകൻ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു യാഥാർത്ഥ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യസന്ധമായ ആദർശത്തിൻ്റെ ഒരു ശബ്ദം ലോകത്ത് ഉയരുമ്പോൾ അതിനെതിരെ നിലനിൽക്കുന്ന ആളുകൾ സാധാരണയായി രണ്ട് വഴികൾ പൊതുവിൽ സ്വീകരിക്കാറുണ്ട്. ഒന്ന്, അവർ ആ ആദർശം കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അംഗീകരിക്കും. രണ്ടാമത്തെ വഴി, അവർ അതിനെ എതിർക്കും എന്നുള്ളതാണ്. എന്നാൽ ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രതികരിക്കണമെന്നില്ല. ചില ആളുകൾ അതിനെ ശക്തി ഉപയോഗിച്ച് നേരിടാൻ ശ്രമിക്കും. ചില ആളുകൾ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും വഴികൾ തിരഞ്ഞെടുക്കും. ചില ആളുകൾ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാനസികമായി തളർത്താൻ വേണ്ടി പരിശ്രമിക്കും. ഇതെല്ലാം മക്കയിലെ ആളുകൾ പ്രവാചകൻ്റെ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ദൈവിക സന്ദേശം അത് അവരുടെ ഹൃദയങ്ങളിൽ തട്ടിയപ്പോൾ മക്കയിലെ സിംഹഭാഗം വരുന്ന ആളുകൾക്കും അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ അതിനെ അടിച്ചമർത്താൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട്, അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ട്, എന്തിനേറെ ശാരീരികമായി പീഡിപ്പിക്കാൻ തന്നെ മുമ്പോട്ട് വന്നുകൊണ്ട് പല നിലക്കും പ്രവാചകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ പ്രബോധനത്തെ തടഞ്ഞുകൊണ്ട്, ജനങ്ങളെ ദൈവിക സന്ദേശത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ വീണ്ടും ആ പഴയ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ന് ഖുറൈശികൾ ശ്രമിച്ചത്. ഈ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും വളരെ മോശമായ അതിഭയങ്കരമായ രീതിയിൽ തന്നെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. അബൂ ലഹബിനെ പോലെ, ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിനെ പോലെ, ഹകം ബിൻ അബിൽ ആസിനെ പോലെയുള്ള ആളുകൾ, പ്രവാചകനോട് കൂടുതൽ വെറുപ്പ് പ്രകടിപ്പിച്ച, പ്രവാചകനോട് കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തിയ ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഇവിടെ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായ ആളുകളാണ് എന്നതാണ്. ഒരു മനുഷ്യന് സാധാരണയായി സുരക്ഷിതമാകേണ്ട സ്ഥലം അത് സ്വന്തം നാടാണ്, സ്വന്തം വീടാണ്, സ്വന്തം അയൽപ്പക്കത്തിൽ താമസിക്കുന്ന ആളുകളാണ്. എന്നാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം വീട്ടിലായിരുന്നാലും ഈ അയൽവാസികളുടെ ഉപദ്രവം പ്രവാചകന് ഏറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ്റെ വീടിൻ്റെ മുമ്പിൽ മലിനവസ്തുക്കൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, വഴിയിൽ മാർഗതടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവാചകനെ ഒരുപാട് ഉപദ്രവിച്ച ആളുകൾ അന്ന് മക്കയിലുണ്ട്. എന്തിനേറെ പ്രവാചകനെ ശാരീരികമായി വേദനിപ്പിക്കാൻ പോലും പല സന്ദർഭങ്ങളിലും അവർ പരിശ്രമിക്കുകയുണ്ടായി. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും പീഡനങ്ങൾ ഉണ്ടായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ പോലും തൻ്റെ ദൗത്യം അവസാനിപ്പിക്കണമെന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. കാരണം പ്രവാചകന് തൻ്റെ ദൗത്യം വ്യക്തമാണ്. ഈ പ്രവാചകത്വ ദൗത്യം അത് ഏതെങ്കിലും മനുഷ്യന്മാർ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യമല്ല, മറിച്ച് ഇത് ലോകസ്രഷ്ടാവായ അള്ളാഹു ഒരു വലിയ ചുമതലയായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യമാണ്. അതുകൊണ്ട് എത്ര തന്നെ പീഡനങ്ങൾ വന്നാലും അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നേരിടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി എന്നതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ ഒരിക്കൽ കഅബയുടെ അടുക്കൽ നമസ്കരിക്കുകയായിരുന്നു. അബൂജഹലും അനുയായികളും അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇന്ന ഗോത്രത്തിൽ പോയി
ഒട്ടകത്തിൻ്റെ പഴകിയ കുടൽമാല കൊണ്ടുവരിക. എന്നിട്ട് ആ കുടൽമാല മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ മുതുകത്തിടുക. അതാർക്കാണ് അതിന് സാധിക്കുക എന്ന് ചിലർ ചോദിച്ചു. ഇത് കേട്ട ഉടനെ അവരിൽ മ്ലേച്ഛനായ ഒരാൾ പോയി അത് കൊണ്ടുവന്നു. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാൻ വേണ്ടി അയാൾ കാത്തുനിന്നു. പ്രവാചകൻ സുജൂദ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിലൂടെ ആ കുടൽമാല ആ മനുഷ്യൻ പ്രവാചകൻ്റെ ശരീരത്തിലിട്ടു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. അത് തടയാനുള്ള കരുത്ത് അന്നെനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം ചിരിക്കുവാനും ആഹ്ലാദിക്കുവാനും തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അന്നേരം ആ സുജൂദിൽ നിന്ന് ഉയരാൻ പോലും സാധിക്കാതെ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്ന്. അങ്ങനെ ഇരിക്കെ ഇത് കേട്ടറിഞ്ഞ പ്രവാചകൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടേക്ക് ഓടി വരികയും തൻ്റെ പിതാവിൻ്റെ മുതുകത്തിൽ നിന്നും ആ കുടൽമാലകൾ എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ തല ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ഖുറൈശികളുടെ കാര്യത്തിൽ നീ മതിയായവനാണ്. 3 തവണ പ്രവാചകൻ ഈ രൂപത്തിൽ അത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. അവർക്കെതിരെയുള്ള പ്രവാചകൻ്റെ ഈ ഒരു പ്രാർത്ഥന അത് അവർക്ക് വലിയ മനപ്രയാസമുണ്ടാക്കി. കാരണം മക്കയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്ന ഒന്നായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം തന്നെ ഉപദ്രവിച്ച ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അബൂജഹലിൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഉത്ബയുടെയും ഷൈബയുടെയും വലീദിൻ്റെയും ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെയും ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിൻ്റെയും കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ഈ ആളുകളെല്ലാം ബദർ യുദ്ധ ദിവസത്തിൽ ബദറിലെ ഉപേക്ഷിക്കപ്പെട്ട കിണറിലേക്ക് വീണ് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ അനുയായിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അബൂജഹൽ മക്കയിലെ ചില ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് തൻ്റെ മുഖം നിലത്തു വെക്കാറുണ്ടോ? അതായത് അള്ളാഹുവിനുള്ള ആരാധനയുടെ ഭാഗമായി അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാറുണ്ടോ എന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അതെ, അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് അബൂജഹൽ പറഞ്ഞു, ലാത്ത തന്നെയാണ് സത്യം, ഉസ്സ തന്നെയാണ് സത്യം. ഇനി മുഹമ്മദ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഞാൻ അവൻ്റെ പിരടിയിൽ ചവിട്ടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ മുഖം മണ്ണിൽ വെച്ചുകൊണ്ട് ഉരസിക്കളയുമെന്നാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂജഹൽ കടന്നു വന്നു. പ്രവാചകൻ്റെ പിരടിയിൽ ചവിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയ സന്ദർഭത്തിൽ അയാൾ ആ പോയതുപോലെ തിരിച്ചു വരികയും ചെയ്തു. തൻ്റെ കൈകൊണ്ട് എന്തോ തടയുകയും ചെയ്യുന്നത് ആ രംഗം വീക്ഷിച്ച ആളുകൾ കാണുന്നുണ്ടായിരുന്നു. അവർ അബൂജഹലിനോട് ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? അബൂജഹൽ പറഞ്ഞു, എനിക്കും മുഹമ്മദിനും ഇടയ്ക്ക് ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കണ്ടു. അതേപോലെ ചില ഭീകര കാഴ്ചകളും ചിറകുകളും ഞാൻ കാണുകയുണ്ടായി എന്നാണ്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അബൂജഹൽ എങ്ങാനും ആ സന്ദർഭത്തിൽ എന്നിലേക്ക് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അയാളെ കഷ്ണം കഷ്ണമായി പിച്ചു ചീന്തുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ മറ്റൊരു അനുയായിയായ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കയിലെ ബഹുദൈവാരാധകരുടെ ഭാഗത്തു നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഏറ്റവും ശക്തമായ മർദ്ദനത്തെക്കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു. അയാൾ തൻ്റെ മുണ്ട് ഊരിയെടുത്ത് പ്രവാചകൻ്റെ കഴുത്തിൽ ശക്തമായി വലിച്ചു മുറുക്കി. അന്നേരം ഈ കാഴ്ച കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് ഉഖ്ബത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും ആ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകളുമായി കടന്നു വരികയും ചെയ്തൊരു വ്യക്തിയെ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ എന്ന്. ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ആ അക്രമികളായ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ഏറ്റവും മാതൃകാപരമായ രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് വിശ്വസ്തയോടുകൂടി നിർവഹിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. സഹോദരങ്ങളെ, പ്രവാചകൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെടുകയും അതിൽ അത്യന്തം ക്ഷമ കാണിക്കുകയും ചെയ്തതുപോലെ അവിടുത്തെ അനുചരന്മാരും അതേ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആദർശം സ്വീകരിച്ചു എന്ന ഒരേ ഒരു കാരണത്താൽ
അവർക്ക് ഭയങ്കരമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവരൊരിക്കലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അത് കാരണം അവർ പിന്മാറിയിട്ടില്ല. അവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. സഹോദരങ്ങളെ, ഒരു ദിവസം മക്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയങ്ങൾ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരം അവിടെ ഉയർന്നു കേൾക്കുന്നത് അവിടുത്തെ ബഹുദൈവാരാധകരായ ആളുകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും കൂട്ടത്തോടു കൂടി വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കടന്ന് ആക്രമിച്ചു. ഉത്ബത്ത് ബിൻ റബിയ എന്ന വ്യക്തി തൻ്റെ ചെരുപ്പുകൾ ഊരിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ആ അടിയേറ്റത് കൊണ്ട് അവിടുത്തെ മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിൽ മാറിപ്പോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകൻ്റെ ഒരു അനുയായി സഹിച്ച ഒരു പീഡനമാണ് ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഏറ്റവും ആഡംബര ജീവിതം നയിച്ചിരുന്നൊരു യുവാവായിരുന്നു. അദ്ദേഹം മികച്ച വസ്ത്രങ്ങളും സുഗന്ധങ്ങളും ഉപയോഗിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായി അദ്ദേഹത്തിൻ്റെ ഉമ്മ അറിഞ്ഞപ്പോൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. സമ്പത്തും സൗകര്യവും നഷ്ടപ്പെട്ട് ഒന്ന് വിശപ്പടക്കാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി. എന്നിട്ടും മിസ്അബ് റളിയല്ലാഹു അൻഹു തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തു. ഖുർആനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ്റെ എതിരാളികൾക്ക് അരിശം വന്നു. അവർ അദ്ദേഹത്തെ ശക്തമായി അടിച്ച് കീഴ്പ്പെടുത്തി. ആ അടി ലഭിച്ച അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യക്തമായി തെളിഞ്ഞു എന്നാണ്. പക്ഷെ അദ്ദേഹം ഭയപ്പെട്ടില്ല. വീണ്ടും വീണ്ടും ഖുർആൻ പാരായണം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. സഹോദരങ്ങളെ, മക്കയിൽ ഏറ്റവും കഠിനമായ പീഡനങ്ങൾ സഹിച്ചവരിൽ ഒരാളാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അത്യന്തം ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. കഴുത്തിൽ കയറ് കെട്ടി മക്കയിലെ കുട്ടികൾക്ക് മലനിരകളിലൂടെ വലിച്ചിഴക്കാൻ പോലും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരുഭൂമിയുടെ മണലാരണ്യത്തിൽ സൂര്യൻ്റെ കടുത്ത ചൂടിൽ അദ്ദേഹത്തെ നിലത്ത് കിടത്തിക്കൊണ്ട് വലിയ കല്ലുകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് മുകളിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേദനകൾക്കിടയിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്ക് ഒന്നു മാത്രമായിരുന്നു: അഹദ് അഹദ്, ഒരേ ഒരു ദൈവം, ഒരേ ഒരു ദൈവം എന്ന വാക്ക്. സഹോദരങ്ങളെ, ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചത് അവർ സ്വീകരിച്ച വിശ്വാസം അത് സത്യമാണ് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അന്തിമ വിജയം അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പ് അവരുടെ വിശ്വാസത്തിൽ പ്രകടമായിരുന്നു. മക്കയിലെ മരുഭൂമിയിൽ സൂര്യൻ കാഠിന്യത്തോടെ കത്തുന്ന സമയത്ത് മണൽ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും എന്ന കാര്യം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണല്ലോ. അത്തരത്തിലുള്ള ആ ഒരു സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ മരുഭൂമിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ചൂടുപിടിച്ച മണലിൽ അദ്ദേഹത്തെ കിടത്തിക്കൊണ്ട് നെഞ്ചിൻ്റെ മുകളിൽ വലിയ പാറക്കല്ലുകൾ കയറ്റി വെക്കുമ്പോൾ ശരീരം മുഴുവൻ വേദന കൊണ്ട് തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ അവർ ആ അടിമയോട് ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നുണ്ട്: ഈ അവസ്ഥ തുടർന്നാൽ നീ മരണപ്പെടും, അതുകൊണ്ട് മുഹമ്മദിൻ്റെ മതം നീ ഉപേക്ഷിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. സഹോദരങ്ങളെ, ഒരു സാധാരണ മനുഷ്യന് ഇത്തരമൊരു അവസ്ഥയിൽ എന്തായിരിക്കും പ്രതികരണം? ജീവൻ രക്ഷിക്കാൻ പലരും അവരുടെ വിശ്വാസം തന്നെ ഉപേക്ഷിക്കാൻ ഒരു പക്ഷേ അത് കാരണമാകും. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ കിടന്നിരുന്നത് പാറക്കല്ല് മാത്രമല്ല, അതിനേക്കാൾ കനമുള്ള ഏത് അവസ്ഥയെയും മറികടക്കാൻ ശക്തിയുള്ള വലിയ ഒരു ഈമാനാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലുള്ളത്. അതുകൊണ്ടാണ് അത്രയും വേദനകൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്ക് ഒരേ ഒരു വാക്കായി മാറിയത്: അഹദ് അഹദ്, ഒരേ ഒരു ദൈവം, ഒരേ ഒരു ദൈവം. സഹോദരങ്ങളെ, ഈ കാഴ്ച കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം വിങ്ങിപ്പോയി എന്നാണ്. അദ്ദേഹം ഉടൻ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന മുഅദ്ദിനായി ബിലാൽ റളിയല്ലാഹു അൻഹു ഉയർന്നു എന്നതാണ് ചരിത്രം. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ഖബ്ബാബ് ഇബ്നു അൽ അറാത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും ഭയാനകരമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. മക്കയിലെ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വലിയ കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കത്തുന്ന തീക്കനലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്. ശരീരത്തിലെ തൊലികൾ കരിഞ്ഞു പോകുന്നത് വരെ ആ തീക്കനലുകൾ കൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുമായിരുന്നു എന്ന്. എന്നാൽ ശരീരഭാഗങ്ങൾ കരിഞ്ഞു പോയാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു വിശ്വാസമല്ല
ഖബ്ബാബ് ഇബ്നു അറാത്ത് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. ഇതുപോലെ തന്നെയാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവസ്ഥ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് കഠിനമായ പീഡനങ്ങൾക്ക് ആ കുടുംബം മുഴുവൻ വിധേയരായിട്ടുണ്ട്. മക്കയിലെ ചൂടുപിടിച്ച മണലിൽ അവരെ കിടത്തിക്കൊണ്ട് ക്രൂരമായി ഖുറൈശികൾ അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം യാസിർ കുടുംബം ഈ രൂപത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നുപോയി. ആ ദുഃഖകരമായ കാഴ്ച കണ്ടപ്പോൾ അവിടുന്ന് അവരോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ് എന്നാണ്. സഹോദരങ്ങളെ, ആ പീഡനങ്ങളുടെ കാഠിന്യത്തിൽ യാസിർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹ അക്രമിയായ അബൂജഹൽ ആ മഹദിയുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം കൊണ്ട് കുത്തിയിറക്കി കൊലപ്പെടുത്തി കളഞ്ഞു എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ അർപ്പിച്ച ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു അവർ. ഇതുപോലെ മക്കയിൽ എതിരാളികളുടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന പ്രവാചകൻ്റെ അനുചരന്മാർ നിരവധിയാണ് സഹോദരങ്ങളെ. ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു, സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ അനേകം സ്വഹാബിമാർ മക്കയിൽ വെച്ച് ഈ അക്രമികളുടെ കൈകൾ കൊണ്ട് പീഡനങ്ങൾ സഹിച്ച ആളുകളാണ്. സഹോദരങ്ങളെ, ഇസ്ലാം ഇന്ന് ലോകത്ത് ശക്തമായി നിലകൊള്ളുന്നത് ഈ മഹാന്മാരുടെ ത്യാഗവും ക്ഷമയും കൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അന്ന് പീഡിപ്പിച്ച ആളുകൾ ഒന്നുമല്ലാതെ ആയപ്പോൾ അന്ന് ആ പീഡനങ്ങൾ സഹിച്ച ആളുകൾ അവർ ചരിത്രമായി മാറി. സഹോദരങ്ങളെ, ഈ പീഡനമുറകളൊക്കെ അരങ്ങേറുമ്പോഴും ഇസ്ലാമിക പ്രബോധനം മക്കയിൽ ദിനം പ്രതി വ്യാപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തടയാൻ ഖുറൈശികൾ പല മാർഗങ്ങളും സ്വീകരിച്ചു. പരിഹാസം നടത്തി, വ്യക്തിപരമായി അപമാനിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു. അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല എന്നത് ഖുറൈശികളെ വല്ലാതെ അസ്വസ്ഥരാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത പ്രവാചകത്വ ദൗത്യം അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഖുറൈശികളുടെ നേതാക്കൾ ഒരുമിച്ചുകൂടി ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും നമ്മൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ അത് ഇനി മുതൽ കൂടുതൽ ശക്തമാക്കണം. അവരെല്ലാ ഗോത്രങ്ങൾക്കും ഈ വിവരം അറിയിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പെന്നോണം പറഞ്ഞു, മുഹമ്മദിനെ പിന്തുടരുന്നവർക്ക് കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന്. അതോടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾക്കെതിരിൽ അവർ തുറന്ന ആക്രമണം തുടങ്ങി. ചിലരെ ബന്ദികളാക്കി, ചിലരെ ക്രൂരമായി മർദ്ദിച്ചു, ചിലരെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം പോലും നൽകാതെ ദുരിതത്തിലാക്കി. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, മുസ്ലിങ്ങളെ അവർ തെരഞ്ഞെടുത്ത വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ സംഭവങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ വാക്കിലൂടെ വിമർശിച്ചുകൊണ്ട് താക്കീത് നൽകി. ഖുർആനിലെ 85-ാമത്തെ അധ്യായമായ സൂറത്ത് ബുറൂജിലെ 8-9 സൂക്തങ്ങളിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നത് മാത്രമായിരുന്നു അവരുടെ മേൽ അവർ ചുമത്തിയ കുറ്റം. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേൽ ആധിപത്യമുള്ളവനാണ് അള്ളാഹു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്ന്. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ അവർ ചുമത്തിയ കുറ്റം എന്താണ്? അവർ കവർച്ച ചെയ്തു എന്നാണോ? ആളുകളോട് അന്യായം പ്രവർത്തിച്ചു എന്നാണോ? മക്കയിൽ അക്രമം നടത്തി എന്നാണോ? അതൊന്നുമല്ല. മക്കക്കാരായ ആളുകളുടെ ആരോപണം അതൊന്നുമല്ല. മറിച്ച് അവർ ഏകനായ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണ് അവരുടെ മേൽ ഉയർത്തി കാണിക്കുന്ന കുറ്റം. അതുകൊണ്ടാണ് വിശ്വസിച്ച ആളുകൾക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ മക്കയിൽ നേരിടേണ്ടി വന്നത്. എങ്കിലും അവർ ഒരിക്കലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ അത്രമാത്രം ഉറച്ച വിശ്വാസമായിരുന്നുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സഹിച്ച ഓരോ കഷ്ടപ്പാടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം നൽകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് ആ മാർഗത്തിൽ അടിപതറാതെ നിലകൊള്ളാൻ അവർക്ക് അന്നേരം സാധിച്ചു. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കാനുള്ളത്. ഇനി തുടർന്നുള്ള ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായി തുടർന്ന് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.